അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ നടക്കുന്നത് ഒരു സാധാരണ സ്ഥലത്തിലൂടെയല്ല. ഇതാണ് അൽ-ബലദ്, ജിദ്ദയുടെ ചരിത്രഹൃദയം. 1400 വർഷങ്ങൾക്ക് മുൻപ് മക്കയിലേക്ക് ഹജ്ജ് യാത്രയ്ക്കെത്തുന്ന മുസ്ലിം തീർത്ഥാടകരുടെ പ്രധാന കടൽവാതിലായിരുന്നു ജിദ്ദ. അവരെ സ്വീകരിച്ച നഗരത്തിന്റെ ആത്മാവാണ് ഈ അൽ-ബലദ്. പഴയ കാലത്ത് വ്യാപാരികളും തീർത്ഥാടകരും ഇവിടെ താമസിച്ചു. ചുവന്ന കടൽ തീരത്ത് നിന്ന് വരുന്ന കപ്പലുകളും വ്യാപാര സാധനങ്ങളും സംസ്കാരങ്ങളും എല്ലാം ഇവിടെ ഒത്തുചേർന്നു. ഇവിടുത്തെ വീടുകൾ പ്രത്യേകതയുള്ളതാണ്. കോറൽ കല്ലുകളും കടൽ മണലുകളും ഉപയോഗിച്ച് പണിത കെട്ടിടങ്ങൾ, വളരെ മനോഹരമായ മരജനലുകൾ, റവാഷീൻ എന്ന് വിളിക്കുന്ന ആ ജനൽപ്പാളികൾ വീടിനകത്ത് കാറ്റും വെളിച്ചവും എത്തിക്കാൻ രൂപകൽപ്പന ചെയ്തവയാണ്. ഈ ഇടുങ്ങിയ വഴികളിലൂടെ നടക്കുമ്പോൾ നൂറുകണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ചുവടുകൾ നമ്മൾ കേൾക്കുന്നത് പോലെ തോന്നും. രണ്ടായിരത്തി 14 യുനെസ്കോ ഹിസ്റ്റോറിക് ജിദ്ദയെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി. അതായത് ഈ സ്ഥലം വെറും ഒരു പഴയ പ്രദേശമല്ല, മനുഷ്യരാശിയുടെ പൈതൃകമാണ്. ഇപ്പോൾ റമദാൻ മാസത്തിൽ ഇവിടെ എത്തുമ്പോൾ ചരിത്രവും ആത്മീയതയും ഒരുമിച്ച് ചേർന്ന് ഒരു വിസ്മയം സൃഷ്ടിക്കുന്നു. സന്ധ്യാസമയത്ത് ലൈറ്റുകൾ തെളിയുമ്പോൾ പഴയ വീടുകളുടെ മതിലുകൾ സ്വർണ്ണ നിറത്തിൽ തിളങ്ങും. വീഥികൾ മുഴുവൻ നിറവായ റാന്തലുകൾ കൊണ്ട് അലങ്കരിക്കപ്പെടും. മഗ്‌രിബ് ബാങ്ക് മുഴങ്ങുമ്പോൾ ചരിത്രത്തിന്റെ ഇടയിൽ നിൽക്കുന്ന നമുക്ക് ഒരു പ്രത്യേക സമാധാനം അനുഭവിക്കാം. ഇഫ്താർ സമയം വ്യാപാരശാലകളിൽ തിരക്ക് കൂടും. സമൂസയുടെ മണവും അറേബ്യൻ മിഠായികളുടെ മധുരവും കുടുംബങ്ങളുടെ ചിരിയും. കുട്ടികൾ
കയ്യിൽ ഫാനൂസ് പിടിച്ചോടും. മുതിർന്നവർ പഴയ കഥകൾ പറഞ്ഞിരിക്കും. ഈ വഴികളിലൂടെ ഒരിക്കൽ ഹജ്ജ് യാത്രക്കാർ നടന്നു പോയിരുന്നു. ഇന്ന് നാം നടക്കുന്നു. കാലം മാറിയെങ്കിലും ആത്മാവ് അതേപോലെയാണ്. അൽ-ബലദ് റമദാനിൽ ഒരു ഉത്സവമാകുന്നു. പക്ഷേ അതിൻ്റെ ആഴത്തിൽ ഇത് വിശ്വാസത്തിൻ്റെ, സഹനത്തിൻ്റെ, പങ്കിടലിൻ്റെ കഥയാണ്. ഇവിടെ ഓരോ കെട്ടിടവും പറയുന്നത് ഒരു വ്യാപാരിയുടെ കഥയായിരിക്കാം, ഒരു തീർത്ഥാടകന്റെ വിശ്രമമായിരിക്കാം, ഒരു കുടുംബത്തിൻ്റെ ഓർമ്മയായിരിക്കാം. റമദാൻ രാത്രികളിൽ തറാവീഹ് നമസ്കരിക്കുന്ന ആളുകൾ നീങ്ങുന്ന കാഴ്ച, ലൈറ്റുകളുടെ കീഴിൽ പ്രാർത്ഥിക്കുന്ന മുഖങ്ങൾ, അത് കാണുമ്പോൾ മനസ്സ് നന്ദിയോടെ നിറയും. ഇത് വെറും വീഡിയോയല്ല, ഇത് ഒരു പൈതൃക നഗരത്തിൻ്റെ ജീവിച്ചിരിക്കുന്ന ആത്മാവാണ്. നിങ്ങൾ ഒരിക്കൽ ജിദ്ദയിൽ വരികയാണെങ്കിൽ റമദാനിൽ അൽ-ബലദ് സന്ദർശിക്കാൻ മറക്കരുത്. കാരണം ഇവിടെ നിങ്ങൾ കാണുന്നത് പഴയ കെട്ടിടങ്ങൾ മാത്രമല്ല, നൂറുകണക്കിന് വർഷങ്ങളായി പടരുന്ന വിശ്വാസത്തിൻ്റെ പ്രകാശമാണ്.